എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആ വ്യക്തിയിൽ നിന്നും നിങ്ങളെ അകറ്റിയത് ആരാണ്, എന്തായിരിക്കും അവരുടെ ഉദ്ദേശം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. 2 ഫയലുകളിൽ ഇഷ്ടമുള്ളൊരു ഫയൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് ആദ്യം പോകാം. അഗ്നിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അഗ്നി തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ്ങിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ആ വ്യക്തിയിൽ നിന്നും നിങ്ങളെ ചിലർ അകറ്റാൻ ശ്രമിക്കുന്നു. അകറ്റാൻ ശ്രമിക്കുന്നവരുടെ ഉള്ളിൽ തീയാണ്. നിങ്ങളുടെ വ്യക്തിയുമായി അടുക്കുമ്പോൾ അവർക്ക് ആശങ്കയുണ്ടാവുന്നു, നിങ്ങളോട് അസൂയുണ്ട് അവർക്ക്. നിങ്ങൾ വല്ലാത്തൊരു സ്ഥിതി നേടുമെന്നുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ടാകുന്നു. നിങ്ങളുടെ ശത്രുക്കളാകണമെന്നില്ല അവർ, നിങ്ങളുടെ മിത്രങ്ങൾ ആകാം. നിങ്ങൾക്കൊപ്പം നടക്കുന്ന, നിങ്ങളുടെ മറ്റെല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ നന്ദി ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് ഗുണം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളാകാം. അവരുടെ ഹൃദയത്തിലൊരു അഗ്നി ഉണ്ടാകുന്നു. ആ വ്യക്തിയും നിങ്ങളും ഒന്നാകുന്നതിലൂടെ അവർ ഭയപ്പെടുന്നു. ഒരുപക്ഷെ അവർ ആ വ്യക്തിയിൽ ഒരു കണ്ണ് വച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആ വ്യക്തിയെ ലഭിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷവും നിങ്ങൾക്ക് കിട്ടുന്ന മേൽക്കോയ്മവും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഏതായാലും നിങ്ങളുമായി ബന്ധപ്പെട്ട, നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ചിലരും ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ശത്രുക്കൾ എപ്പോഴും നിങ്ങളെ വെറുക്കുന്നുണ്ടാകാം, നിങ്ങളുമായിട്ട് എതിർപ്പുള്ളവർ എപ്പോഴും നിങ്ങൾക്കൊപ്പം നിൽക്കാതെ പ്രവർത്തിക്കുന്നുണ്ടാകാം. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായൊരു കാര്യം എന്ന് പറയുന്നത്, ശത്രുക്കൾക്കൊപ്പം തന്നെ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ചിലരും ആ വ്യക്തിയെ ഇവിടെ നിങ്ങൾ അടുക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അവർ ശ്രമിക്കുന്നു. എന്തായിരിക്കും അവരുടെ ഉദ്ദേശം എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. അവരുടെ ഉദ്ദേശം ഇതൊക്കെ തന്നെയാണ്. അതായത് നിങ്ങളിലൂടെ ആ വ്യക്തി രക്ഷപ്പെടുന്നതോ, ആ വ്യക്തിയിലൂടെ നിങ്ങൾ രക്ഷപ്പെടുന്നതോ, അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാകുന്നതോ അവർ ഇഷ്ടപ്പെടുന്നില്ല. അഗ്നി വലിയൊരു വൈര്യമാണ് കാണിക്കുന്നത്. അഗ്നിക്ക് 2 അർത്ഥങ്ങളുണ്ട്. അഗ്നി എന്ന് പറയുന്നത് തീഷ്ണതയുള്ള ഒരു ഭാവമാണ്, അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു തീഷ്ണമായ ഒരാഗ്രഹമോ അല്ലെങ്കിൽ തീഷ്ണമായൊരു ദേഷ്യമോ ഇതൊക്കെ അഗ്നിയിൽ നമുക്ക് സൂചിപ്പിക്കാം. ആ വ്യക്തികൾ വളരെ ശക്തമായിട്ടാണ് എതിർക്കുന്നത്. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒന്നാകുന്നതോ, ഇഷ്ടപ്പെടുന്നതോ, സംസാരിക്കുന്നതോ, വിവാഹം കഴിക്കുന്നതോ, സുഹൃത്ത് ബന്ധത്തിലേർപ്പെടുന്നതോ, പ്രണയിക്കുന്നതോ വലിയ ഒരു നഷ്ടമായിട്ട് ചിലർ കരുതുന്നു. അങ്ങനെയുള്ള ആളുകൾ ആ ബന്ധത്തെ എതിർക്കുന്നു. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് പെട്ടെന്ന് ഇത് സ്റ്റോപ്പ് ചെയ്യണം. ഇത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണം. ഒരുപക്ഷെ അവർ അറിഞ്ഞിട്ട് അധികം നാളായിട്ടുണ്ടായില്ലായിരിക്കാം, അല്ലെങ്കിൽ അവർ അത്രത്തോളം എതിർക്കുന്നു. ജീവൻ പോയാലും അവർ അതിനെ അനുവദിക്കില്ല. എന്ത് വില കൊടുത്തും നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും എതിർക്കണം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അവരെത്തുന്നു. അവർ വളരെ വൈര്യത്തോടെ എതിർക്കുന്നു. അവർ നിസ്സാരമായിട്ട് എങ്ങനെയെങ്കിലും നടന്നു പോട്ടെ എന്നുള്ള സങ്കല്പമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, അവരുടെ ചിന്തയുമല്ല. വളരെ ശക്തമായിട്ട് അവരതിനെ എതിർക്കുന്നു. അവരുടെ എതിർപ്പ് വളരെ കരുത്തുറ്റ എതിർപ്പാണ്. അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ വളരെ ആഴത്തിലുള്ളൊരു ഇഷ്ടമുണ്ട്. ആഴത്തിലുള്ള ഇഷ്ടമുള്ളത് കൊണ്ട് അതേ അനുപാതത്തിൽ തന്നെയാണ് അവർ എതിർക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കൃത്യമായൊരു ഇഷ്ടമുണ്ട്. പക്ഷേ നിങ്ങളുടെ വ്യക്തിയെ കേന്ദ്രീകരിച്ച് അവർ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതായത് നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചോ, നിങ്ങളുടെ വ്യക്തിയിൽ ചില സംശയങ്ങൾ ജനിപ്പിച്ചോ, നിങ്ങളുമായുള്ള ആ ബന്ധത്തിന് വിഘാതം സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുന്നു. ഒരു പരിധിവരെ അവരുടെ ശ്രമങ്ങൾ നിങ്ങളുടെ വ്യക്തി തെറ്റിദ്ധരിച്ചോ അല്ലാതെയോ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തിക്ക് ചില മനംമാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. അത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു മനംമാറ്റമല്ല, ചില സ്വാധീനങ്ങൾ, ചില സാഹചര്യങ്ങൾ ചിലർ നിങ്ങൾക്കെതിരെ ഉപയോഗിച്ചു. ഒരിക്കലും നിങ്ങൾ തമ്മിൽ ഒരുമിക്കരുതെന്ന് ആഗ്രഹിച്ചവർ കിട്ടിയ അവസരങ്ങൾ ഉപയോഗിച്ചു. അവർ പറയുന്നത് വിശ്വസിക്കാൻ പോകുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങളുണ്ടായി നിങ്ങൾക്കെതിരായി. കൃത്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടാകാം, ചിലപ്പോൾ നിങ്ങളൊരു പ്രതിസന്ധിയിൽപ്പെടാം, ഒരു കേസിൽപ്പെടാം, ഒരു പ്രശ്നത്തിൽ നിങ്ങൾ പെട്ടുപോകുന്നൊരവസ്ഥയുണ്ടായി. ആ അവസ്ഥ ഉണ്ടായപ്പോൾ അവരത് മിസ്യൂസ് ചെയ്തു. അങ്ങനെ നിങ്ങൾക്കെതിരെ ഒരവസരം കിട്ടിയപ്പോൾ ആ വ്യക്തികൾ നിങ്ങളെ താഴെയിട്ട് ചവിട്ടുന്നതിനോ ചവിട്ടി താഴ്ത്തുന്നതിനോ ഒക്കെ തയ്യാറായി. യാതൊരു മനസാക്ഷിയുമില്ലാതെ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് അകറ്റി നിസാര ലാഭം ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത്.
അവർക്ക് നിങ്ങളുടെ സന്തോഷത്തെ ഇല്ലാതാക്കണം, നിങ്ങളുടെ മുന്നേറ്റത്തെ ഇല്ലാതാക്കണം. ഇതൊക്കെയാണ് അവരുടെ ആഗ്രഹം. അതിനുവേണ്ടി അവരവരുടെ വാശിക്കും വൈരാഗ്യവും നിങ്ങളോടുള്ള ദേഷ്യവും എല്ലാം എടുക്കാൻ വേണ്ടി അത് നിങ്ങളെ നശിപ്പിക്കുന്നു. എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ചില കുഴപ്പത്തിൽ ചെന്ന് താടുന്നതൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മളോട് ദേഷ്യമുള്ള ആളുകൾ തക്കം പാർത്ത് നമ്മളെ നശിപ്പിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നു. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. നിങ്ങളോട് വലിയ അഗാധമായ അല്ലെങ്കിൽ തീക്ഷ്ണമായ ക്രോധമുള്ള ആളുകൾ അവരുടെ ക്രോധത്തിന് അപ്ലൈ ചെയ്യാനായിട്ടൊരു ടൈം അല്ലെങ്കിൽ ഒരു സമയം തേടി നടക്കുകയായിരുന്നു. അവർ അത് അവസരം മുതലാക്കുകയും നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നിങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരെ വേണമെന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്ന ആ ആളും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ തകർക്കാനാണ് അവർ ശ്രമിച്ചത്. അങ്ങനെ ബന്ധത്തെ തകർത്ത് നിങ്ങളെ ഒന്നുമല്ലാത്തൊരു വ്യക്തിയാക്കി മാറ്റി, നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങളെ അകറ്റി അവർക്കത് സ്വന്തമാക്കുന്നതിനാണ്. നിങ്ങളോട് വൈരാഗ്യമുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളെ എങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയണമെന്നാണ് എന്നാണ് അവരുടെ ആഗ്രഹം. അഗ്നി എങ്ങനെ ഒന്നിനെ നശിപ്പിക്കുന്നുവോ, ഒന്നിനെ കത്തിക്കരിയിച്ചില്ലാതാക്കി കളയുന്നുവോ, അതുപോലെയുള്ള ക്രോധത്താൽ നിങ്ങളെ നശിപ്പിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. അവർക്കൊരു ന്യായീകരണവുമില്ല. അവർക്ക് നിങ്ങളെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുമായും നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുമായി നിങ്ങൾ ഒരുമിച്ച് അങ്ങനെ സുഖിച്ച് ജീവിക്കേണ്ട എന്നാണ് അവർ കരുതുന്നത്. ആ ഉദ്ദേശത്താൽ അവർ നിങ്ങളെ അഗ്നിക്കിരയാക്കി എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ കിട്ടിയ അവസരം നിങ്ങൾക്കെതിരെ ഉപയോഗിച്ചു. അവരുടെ ഉദ്ദേശത്തെ കുറിച്ച് നിങ്ങൾ കൂടുതൽ തേടിപ്പോകണ്ട. നിങ്ങളെ ഇഷ്ടമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ അവർക്ക് ആ വ്യക്തിയോട് ഇഷ്ടമുണ്ടാകണമെന്നില്ല. നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചത് കൊണ്ടാണ് അവർ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത്. ഇനി അവരാരെങ്കിലും വെറുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ സ്നേഹിക്കുന്നവരെയാണ്. അപ്പോൾ നിങ്ങളെ സ്നേഹിക്കാത്ത ആളുകളാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ തട്ടിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആ ബന്ധം ദൃഢമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്. അത് സൗഹൃദമായിക്കൊള്ളട്ടെ, പ്രണയമായിക്കൊള്ളട്ടെ, നിങ്ങളെ സഹായിക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു നല്ല സുഹൃത്തായിക്കോട്ടെ, ആരെങ്കിലും നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ ഏതെങ്കിലും തരത്തിൽ അത് അവർക്ക് സ്വന്തമാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കുള്ള ജീവിതത്തിലുള്ള അവസരം നഷ്ടപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങളെ തോൽപ്പിച്ച്, നിങ്ങളെ ഇല്ലാതാക്കി, നിങ്ങളെ നഷ്ടമുള്ള ഒരാളാക്കി മാറ്റാൻ അവർ ശ്രമിക്കുന്നു. അവരുടെ ശ്രമങ്ങൾ നിങ്ങൾ കാണാതെ പോകരുത്. കത്തിപ്പടർന്നുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കാനായിട്ടുള്ള അവരുടെ സകല ശ്രമങ്ങളും നിങ്ങൾ എന്നെന്നും തോൽപ്പിക്കേണ്ടതാണ്. നിങ്ങളത് കണ്ടെത്തേണ്ടതാണ്. ആരാണ് അഗ്നിയുമായി നിങ്ങളെ കീഴ്പ്പെടുത്താൻ വരുന്നത്, അല്ലെങ്കിൽ അഗ്നി രൂപേണെ നിങ്ങളെ നശിപ്പിക്കാൻ വരുന്നതെന്നുള്ള ചിന്ത നിങ്ങളിലുണ്ടാകണം. അമിതമായി ക്രോധം കാണിക്കുന്ന ഒരു വ്യക്തി, അമിതമായി വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു വ്യക്തി, എന്തിനും ഏതിനും ആനുപാതികമല്ലാതെ പ്രതികരിച്ച് നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി ഉണ്ട്. ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു സൗഹൃദമോ ഒരു ബന്ധമോ ഒരു രഹസ്യം പറച്ചിലോ പാടില്ല. നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരോടെങ്കിലും ദേഷ്യമോ ശത്രുതയോ ഉണ്ടെങ്കിൽ അതിര് കവിഞ്ഞ് ആനുപാതികമല്ലാതെ അവരോട് പകരം ചോദിക്കണമെന്ന് നിങ്ങളെ തെറ്റായ രീതിയിൽ ഉപദേശിക്കുന്ന ആ വ്യക്തിയാകാം അത്. അതായത് നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യമോ വൈരാഗ്യമോ വഴക്കോ ഉണ്ടെങ്കിൽ അത് ഊതിപ്പെരിപ്പിച്ച് നിങ്ങളെക്കൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ ചെയ്യാനായിട്ട് മുൻപ് അവർ ഉപദേശിച്ചിട്ടുണ്ടാവാം. അങ്ങനെയുള്ളവരെ നോക്കി വെച്ചോളൂ. നിങ്ങളെയും നശിപ്പിക്കുക, നിങ്ങളെയും മോശമാക്കുക, ഇതൊക്കെയാണ് അവരുടെ ആഗ്രഹം. അങ്ങനെ ആ ഒരു മോശമായ കാര്യത്തിൽ നിങ്ങൾ ഉൾപ്പെടരുത്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകണം. ജീവിതത്തിൽ ഇത്തരം ആളുകളെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മുന്നോട്ട് പോകരുത്. നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളുടെ വ്യക്തിയെയാണ് ഇവർ ഏറ്റവും കൂടുതൽ കാർന്ന് തിന്നാൻ ശ്രമിക്കുന്നത്. കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് ഇവർ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ സംതൃപ്തമായൊരു ജീവിതം നയിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. ഇവരെപ്പോഴും ശ്രമിക്കുന്നത് ഇവർ നിങ്ങളുടെ നല്ല സമാധാനത്തെ നശിപ്പിക്കുന്നതിനാണ്. അഗ്നി ആവശ്യമാണ്, അത് അതിൻ്റെ കൃത്യമായ രൂപേണ ഉപയോഗിച്ചാൽ. അഗ്നി അപകടമാണ്, അത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കപ്പെട്ടാലോ ശ്രദ്ധിക്കപ്പെടാതിരുന്നാലോ. അതുപോലെയാണ് ഇത്തരക്കാരുമായിട്ടുള്ള ബന്ധം. നിങ്ങൾക്ക് ഇവരുമായി ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടി വന്നേക്കാം. ഇവർക്ക് നിങ്ങളെയും നിങ്ങൾക്ക് ഇവരെയും ആവശ്യമായി ചില ഘട്ടത്തിൽ വന്നേക്കാം. കാരണം വലിയൊരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്.
പലതരത്തിലുള്ള ആളുകളുമായിട്ട് എപ്പോഴും ബന്ധപ്പെടേണ്ടിയൊക്കെ വന്നേക്കാം. പക്ഷേ ഇവരെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, ഇത്തരക്കാരുടെ മനസ്സ് അറിഞ്ഞു പ്രവർത്തിക്കുക, കൃത്യമായ ചില തന്ത്രങ്ങൾ ആവിഷ്കരിച്ചതിന് ശേഷം മാത്രമേ ഇവരുമായി സൗഹൃദം പോലും വെക്കാൻ പാടുള്ളൂ. സൗഹൃദം ഉണ്ടായാൽ പോലും കൃത്യമായ അകലം പാലിക്കുകയും രഹസ്യങ്ങൾ അനാവശ്യമായി അവരോട് പറയുകയും ചെയ്യാൻ പാടില്ലാത്തതാണ്. കൃത്യമായി അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുക. നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്ന ചില ആളുകൾ, അവർക്ക് അതിൽ നിന്ന് പ്രത്യേകിച്ച് ചില ഗുണമില്ലെങ്കിൽ പോലും നിങ്ങൾ രക്ഷപ്പെടുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. രക്ഷപ്പെടണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സമാധാനമായി ഒരു ദിവസം പോലും നിങ്ങൾ കിടന്നുറങ്ങാൻ പോലും ഇവർ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളെപ്പോഴും സമാധാനം നഷ്ടപ്പെട്ട് നിങ്ങളെപ്പോഴും തകർച്ചയിൽ പോകണമെന്ന് ഇവരാഗ്രഹിക്കുന്നു. ഇവരുടെ ഈ ദുരാഗ്രഹം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. അഗ്നി കൃത്യമായി ഉപയോഗിച്ച് നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയും. അതുപോലെ തന്നെ ഇത്തരക്കാരുമായി ഒരുമിച്ചുള്ള ഒരു സഹവർത്തിത്വം ഉണ്ടാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന പ്രദേശത്ത്, നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഇത്തരക്കാരുണ്ടെങ്കിൽ കൃത്യമായി നേരിടുക. അവരോട് അനാവശ്യമായ ഒരു കാര്യവും പറയരുത്. ഒരാളെക്കുറിച്ചും അഭിപ്രായം ഇത്തരക്കാരോട് സംസാരിക്കരുത്. നിങ്ങളുടെ വ്യക്തിയുടെയും കുടുംബജീവിതത്തിലേക്ക് കൂടുതലായിട്ട് ഇവരെ പ്രവേശിപ്പിക്കരുത്. ഇവരോട് അഭിപ്രായങ്ങൾ പറയരുത്. നിങ്ങളുടെ വ്യക്തി ഇവരെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, കാരണം നിങ്ങൾ ഇവരെ വിശ്വസിക്കുന്നില്ല, നിങ്ങൾ അടുപ്പിക്കില്ല എന്ന് കണ്ട് ഇവർ നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് പല രീതിയിൽ. ആദ്യം നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയോട് നിങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയും. അതിനുശേഷം പതുക്കെ സത്യസന്ധമായി താൻ പറയുന്നു എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ പറയും. ഇതെല്ലാം പതുക്കെ നിങ്ങളെ ഇല്ലാതാക്കാനും നിങ്ങളുടെ വ്യക്തിയുടെ വിശ്വസ്തത നേടിയെടുക്കാനുമാണ്. ഞാൻ പറയുന്നതൊന്നും കളവല്ല, ഞാൻ കൃത്യമായാണ് കാര്യങ്ങൾ പറയുന്നത് എന്ന് കാണിക്കാനും ഇവർ പ്രവർത്തിക്കാം. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ട് പോകുക, വളരെ കൃത്യതയോടെ മുന്നോട്ട് പോവുക. ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടാവും. പക്ഷേ നെഗറ്റീവായിട്ടുള്ളതും നിങ്ങളുടെ വ്യക്തിയുടെയും ബന്ധത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ ഉദ്ദേശം മനസ്സിലാക്കുക. അവരെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. കൃത്യതയോടെ പോവുക, ഈശ്വര ചിന്തയോടെ പ്രവർത്തിക്കുക. കാരണം ആരൊക്കെ ആണ് നമ്മളുടെ മുമ്പിലേക്ക് വരുന്നത് സത്യസന്ധമായും നല്ല ഉദ്ദേശത്തോട് എന്നും പൂർണ്ണമായി അറിയാൻ കഴിയുന്നത് ഈശ്വരന് മാത്രമാണ്. പല കാപട്യങ്ങളും പല വഞ്ചനകളും മനുഷ്യരായ നമ്മൾക്ക് കണ്ടെത്താൻ കഴിയില്ല. ഈശ്വരനോട് പ്രാർത്ഥിച്ച് അത് നേരത്തെ കൂട്ടി കാണിച്ചു നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. ഈശ്വരൻ്റെ മുൻപിൽ ഇത്തരം ഈ കോപാഗ്നികളൊന്നും വാഴുകയില്ല. നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾ കൃത്യമായി അകലം ഇത്തരക്കാരോട് പാലിക്കുക. അത്തരത്തിൽ അവർക്ക് കൃത്യമായ പ്രാധാന്യങ്ങളൊന്നും നിങ്ങൾ നൽകരുത്. നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൽ അനാവശ്യമായി ഇത്തരക്കാരെ നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ഈശ്വര അധീനത്താൽ മുന്നോട്ട് പോവുക, പോസിറ്റീവ് എനർജിയോടെ ചിന്തിക്കുക. പലപ്പോഴും പോസിറ്റീവ് എനർജിയാണ് താൻ നൽകുന്നതെന്നുള്ള അവകാശവാദത്താൽ ഇവർ പലപ്പോഴും നമ്മളെ ഈശ്വരനിൽ നിന്ന് അകറ്റാനും രീതിയിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തുകയും രീതിയിലുള്ള ഉപദേശങ്ങളും വഴിതെറ്റിക്കാനുള്ള ഉപദേശങ്ങളൊക്കെ നമുക്ക് നൽകാൻ സാധ്യതയുണ്ട്. അതൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. നമുക്ക് അടുത്തതായിട്ട് രണ്ടാമത്തെ പൈലായ ചക്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ചക്രം കാലത്തിൻ്റെ പുരോഗതിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ ഒക്കെ ചിഹ്നം തന്നെയാണ്. പക്ഷേ അനാവശ്യമായി ചില കാര്യങ്ങളിലേക്ക് എടുത്തു ചാടുവാനും പുരോഗതി ആണെന്നുള്ള വ്യാജേനെ, നന്മയാണെന്നുള്ള വ്യാജേനെ ചില ആളുകൾ നമ്മളെ ചില ചതിക്കുഴികളിലേക്ക് തള്ളിവിടുന്നുണ്ട്. അത്തരം ചതിക്കുഴികളിലേക്കും ഗർത്തങ്ങളിലേക്കും നാം ഉരുണ്ട് ചാടിപ്പോയി തകർന്നു പോകാൻ സാധ്യത ഉണ്ട്. അതായത് ചില കുഴികളിലേക്ക് താഴ്ന്നു പോയാൽ ഒരിക്കലും അവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ആ ചക്രം അല്ലെങ്കിൽ ആ കാലചക്രം, ആ വിധി നമുക്ക് തകർച്ചയായിട്ട് മാറും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വഴിതെറ്റിക്കുന്ന ചില ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടാകുകയും അവർ നമ്മുടെ വഴി തെറ്റിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയുടെയോ നേർവഴി അവർക്കിഷ്ടമല്ല. അവർ വളഞ്ഞും പുളഞ്ഞും അല്ലെങ്കിൽ കുതന്ത്രങ്ങളും വെല്ലുവിളികളും പ്രതീക്ഷിക്കാത്ത ദുരന്തങ്ങളൊക്കെ കാത്തിരിക്കുന്ന ചില വഴികളിലൂടെ നമ്മളെ പറഞ്ഞു വിടാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ വളരെ സൂക്ഷിക്കുക, വളരെ പോസിറ്റീവായിട്ട് പോകുക. നമ്മളെ ചതിക്കുവാനും
നമ്മളെ വഞ്ചിക്കുവാനും നമുക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടാക്കുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങളെ തകർക്കാനും തെറ്റായ ഉപദേശങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങളുടെ ഏറ്റവും നല്ല ഒരു ജീവിതമാണ് അവർ ഉദ്ദേശിക്കുന്നതെന്നും നിങ്ങൾ രക്ഷപ്പെടണമെന്നുള്ള ഉദ്ദേശം അവർക്കുണ്ടെന്നൊക്കെ അവർ പറയും. മുന്നോട്ട് പോകൂ എന്നാണ് പറയുന്നത്. എടുത്ത് ചാടി പുറപ്പെടൂ, ഇപ്പോൾ തന്നെ പോകൂ, സമയം വൈകി, ഇപ്പോൾ പറയൂ, ഒരാൾ നിങ്ങളെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതിന് മറുപടി കൊടുത്തുകൊണ്ട് പോവാ എന്ന് പറഞ്ഞ് നമുക്കൊപ്പം നിന്നുകൊണ്ട് നമ്മളെ തള്ളിവിടുന്നു. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൽ ഇടപെടും. അത് ശരി, അങ്ങനെ പറഞ്ഞോ, അതിനിപ്പോൾ തന്നെ അതിന് പകരം ചോദിക്കണം എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും ചിന്തിക്കാതെ പ്രവർത്തിക്കാനായിട്ട് ഇവർ പ്രലോഭങ്ങൾക്ക് അടിമയാക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിക്കാൻ ഇവർ ശ്രമിക്കും. നിങ്ങളുടെ അടുത്ത് ചില ഊടായ്പകളും തന്ത്രങ്ങളും നടക്കില്ല എന്നുള്ള ഓർമ്മയും ബോധ്യവും ഉള്ളതുകൊണ്ട് പലപ്പോഴും നിങ്ങളെ സമീപിക്കില്ല. പക്ഷേ നിങ്ങളുടെ വ്യക്തി ഒരു പാവമായതുകൊണ്ട്, നിങ്ങളുടെ വ്യക്തി എന്തും വിശ്വസിക്കുന്ന വ്യക്തിയായതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിയെ പതുക്കെ സ്വാധീനത്താൽ അകപ്പെടുത്തിയും ഇവർ അവരുടെ അടുത്ത് വരികയും തെറ്റായി ഉപദേശിക്കുകയും ചെയ്യും. ഇവർ കാപട്യം നിറഞ്ഞ ചില വഴികൾ കാണിച്ചു കൊടുക്കുന്നു. ഇവർ തെറ്റ് ചെയ്യുന്ന ചില വഴികൾ കാണിച്ചു കൊടുക്കുന്നു. ഇവർ ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങൾ ആ വ്യക്തിക്കോ നിങ്ങൾക്കോ ഒക്കെ നൽകുന്നു. അതായത് ആരും അറിയില്ല, ചെയ്തോളൂ ധൈര്യമായിട്ട്, ഇന്ന കുഴപ്പം ആരും കണ്ടെത്താൻ പോകുന്നില്ല എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെ തെറ്റിലേക്ക് വഴി തിരിച്ചുവിടുന്നു. ശരിയിലേക്ക് വഴി തിരിച്ചു വിടാതെ നേർവഴിയിൽ അവർ ബുദ്ധി ഉപയോഗിച്ചില്ല എങ്കിൽ, അവരുടെ ഉപദേശം കേട്ടില്ല എങ്കിൽ നാം ഉറപ്പായും നേർവഴിയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഇവർ നമ്മളെക്കുറിച്ച് തെറ്റായി ചില കാര്യങ്ങൾ പറയുകയും നമ്മളെ വഴി തെറ്റിപ്പിക്കുകയും ശ്രമിക്കുന്നു. അങ്ങനെ വഴി ഒരിക്കൽ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്ന കുഴിയിൽ നിന്നും വഴിയിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. വലിയ ഗർത്തങ്ങളും കൊക്കകളും സമതലമല്ലാത്ത, സഞ്ചരിക്കാൻ ഭീകരമായ, ഒരിക്കലും സഞ്ചാരത്തിന് യോഗ്യമല്ലാത്ത വഴികളായിരിക്കും ഇവർ നമുക്ക് കാണിച്ചു തരുന്നത്. ഇവർ കാണിക്കുന്ന വഴിയിൽ ആദ്യം നല്ലതാണെന്ന് നമുക്ക് തോന്നും. പിന്നീട് ആ വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ശരിയായ വഴികൾ കണ്ടെത്താൻ ജീവിതകാലത്ത് ഒരിക്കലും കഴിയില്ല. ഇവരുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, പക്ഷേ നിങ്ങളെ പോസിറ്റീവാണെന്ന് പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് തള്ളിവിടാൻ ഇവർ ശ്രമിക്കുന്നു. ഒരു പ്രതീക്ഷയുമില്ലാതെ ഇവർ പറയുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് പിന്നീട് ഒരു പ്രതീക്ഷയുമില്ലാതെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയാതെ നാം ഉലയുമ്പോൾ നാം ഇവരോട് ചോദിക്കും, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ കാര്യം സ്വീകരിച്ചത്? ഇല്ലല്ല, ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ, വിശ്വസിക്കാനും പ്രവർത്തിക്കാനും നിന്നോട് ആരാണ് പറഞ്ഞത്, നിങ്ങളോട് ആരാണ് പറഞ്ഞതെന്ന് ഇവർ പറയും. ഒരു കാര്യത്തിലും ഇവർ കൂടെ നിൽക്കില്ല. ഇവർ പറയുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവരവിടുന്ന് സ്കൂട്ടാവും. നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ, നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ നമ്മളെ നോക്കി ചിരിക്കാനും കളിയാക്കാനും അല്ലാതെ ഒരു നന്മ പോലും ഇവർ ചെയ്യില്ല. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തെ എന്നെന്നും തകർക്കാനാണ് ഇവർക്കിഷ്ടം. ഇവർക്ക് നിങ്ങളെയോ നിങ്ങളുടെ വ്യക്തിയെയോ വേണ്ട, രണ്ടുപേരെയും ഒരുപോലെ നശിപ്പിക്കാനുള്ള ചിന്തയാണുള്ളത്. നിങ്ങൾ ഉൾപ്പെടുന്ന ഒരു സമൂഹം തന്നെ നശിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഇവരുടേതായ ചില കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മളെ തെറ്റായി ഉപദേശിക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു ജോലി കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ ഇവർ പതുക്കെ വന്ന് പറയും, ആ ജോലി കൊള്ളില്ല, ആ ജോലിയിലേക്ക് വരണ്ട, ഞാൻ പോകുന്നില്ല, നിങ്ങൾ മറ്റേ ജോലി നോക്കൂ, അല്ലെങ്കിൽ വേറെ കാര്യം ചെയ്യൂ, അല്ലെങ്കിൽ അത് കിട്ടാതിരിക്കാനുള്ള ചില കുതന്ത്രങ്ങളിലേക്ക് നമ്മളെ പറഞ്ഞു വിടുന്നു. ചില തെറ്റായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. എന്നിട്ട് നമ്മുടെ അവസരം നഷ്ടപ്പെടുമ്പോൾ നമ്മളത് വേണ്ടെന്ന് വെച്ച് നശിപ്പിച്ചോ അല്ലെങ്കിൽ അത് തിരസ്കരിച്ച് കഴിയുമ്പോൾ ഇവർ പതുക്കെ വന്ന് രഹസ്യമായത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെയാണ് വ്യക്തിയുടെ കാര്യത്തിലും. ആ വ്യക്തിയുടെ സ്വഭാവം കൊള്ളില്ല, ആ വ്യക്തി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നിങ്ങളോട് പറയും. അതിനുശേഷം നിങ്ങൾ ആ വ്യക്തിയെ വിട്ട് അല്ലെങ്കിൽ വെറുത്ത് കഴിഞ്ഞ് വേറെ ഒന്നിലേക്ക് മാറി നിൽക്കുമ്പോൾ ഇവർ തക്കത്തിന് അവരെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. ഇത് ഇവരുടെ ഒരു ശൈലിയാണ്, നിങ്ങളത് മനസ്സിലാക്കുക. ഇവർ വഴിതെറ്റിക്കാനാണ് ശ്രമിക്കുന്നത്. നേർവഴിയിലൂടെയുള്ള സഞ്ചാരം മാത്രം നിങ്ങൾ സ്വീകരിക്കുക. മുന്നോട്ടുള്ള പ്രയാണം ഈശ്വരാധീനത്താൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഈശ്വരനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ഏത് ശക്തിയുമായിക്കൊള്ളട്ടെ അതിൽ അകമമായി നിങ്ങൾ വിശ്വസിക്കുക. വഴിതെറ്റിപ്പിക്കുന്നവർ അതിവേഗം നമ്മളോട് പ്രവർത്തിക്കാൻ പറയുന്നു. വെപ്രാളത്തോടെ നമ്മളെ പ്രവർത്തിപ്പിക്കുന്നു. ഒട്ടും ചിന്തിക്കാൻ നമ്മളെ അനുവദിക്കില്ല. ഇവരുടെ ശ്രമം എന്താ എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കള്ളത്തരം മനസ്സിലാക്കുമെന്നറിയാം. മാത്രമല്ല, സന്മാർഗികളായിട്ടുള്ള നല്ല വ്യക്തികൾ, നമ്മളോട് പ്രതിബദ്ധതയുള്ള, നമ്മളോട് സ്നേഹമുള്ള, ആത്മാർത്ഥമുള്ള ആളുകൾ ഇവരുടെ വഴി പൊള്ളയാണെന്നും കള്ളത്തരമാണെന്നും പറഞ്ഞ് കൊടുത്ത് നമ്മളെ നേർവഴിയിലാക്കുമോ എന്നുള്ള ഭയം ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ
ഇവർ വഴിതെറ്റിപ്പിക്കാൻ ശ്രമിക്കുന്നവർ മറ്റുള്ളവരുമായി നല്ല നല്ല ആളുകളുമായിട്ട് വഴക്കിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ യുവാക്കളാണെങ്കിൽ വീട്ടുകാരുമായി വഴക്കിട്ട് നിൽക്കുന്ന സമയത്ത് യുവാക്കളെയും യുവതികളെയൊക്കെ ഇവർ സ്വാധീനിക്കുകയും തെറ്റായ കാര്യങ്ങളിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു. ജീവിതത്തിൽ എല്ലാ മേഖലകളിലും പഠിക്കുവാനായിട്ട് നാം പോയാൽ നമ്മുടെ പഠനം തെറ്റിച്ച് നമ്മൾ നശിച്ചു പോകാനായിട്ടുള്ള ചില തെറ്റായ ഉപദേശങ്ങൾ ഇവർ നൽകുന്നു. നാം നമ്മുടെ കുടുംബത്തെ സ്നേഹിച്ച് പരിപാലിച്ച് ജീവിച്ച് എപ്പോഴും വീട്ടുകാരുമായിട്ട് ചിന്തിച്ച് നിൽക്കുകയാണെങ്കിൽ ഇവർ നമ്മളോട് സൗഹൃദം കൂടിയിട്ട് അവരെക്കുറിച്ചൊന്നും കൂടുതൽ ആലോചിക്കേണ്ട, അവർക്ക് നിങ്ങളോട് എന്താണ് നന്ദിയുള്ളത്, അവരെങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു കൊള്ളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റായ ദുശീലങ്ങളിലേക്കും ദുരിതങ്ങളിലേക്കും ഒക്കെ നമ്മളെ തള്ളിവിടുന്നു. അപ്പോൾ നിങ്ങൾ കൃത്യമായി സൂക്ഷിക്കേണ്ടതാണ്. ഇത്തരം വ്യക്തികളിൽ നിന്ന് അകലം പാലിക്കുക. നമ്മളോട് പറയുമ്പോൾ വികസനമാണ്, നേട്ടമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. പക്ഷേ ഈ പ്രലോഭനങ്ങൾ ഒരുപാട് നൽകും. സാമ്പത്തികമായും മറ്റു തരത്തിലുള്ള ഓഫറുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കും. പക്ഷേ ഇതൊന്നും നൽകാൻ പോകുന്നില്ല ഇവർ നമ്മളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. മനസ്സിലാക്കി മുന്നോട്ട് പോകുക. ജീവിതത്തിൽ നേർവഴിയിലൂടെ മാത്രം എപ്പോഴും സഞ്ചരിക്കുക. നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തട്ടിയെടുക്കുവാനും നിങ്ങളുടെ സമാധാനപരമായ ജീവിതത്തെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്നവരുണ്ട്. അവർ നിങ്ങൾക്ക് പ്രലോഭനങ്ങൾ നൽകുന്നു. പണം, സ്വത്ത്, അല്ലെങ്കിൽ മറ്റുള്ള ഈ മാനുഷികമായ കാര്യങ്ങൾ, വൈകാരികമായ കാര്യങ്ങൾ, മനുഷ്യൻ്റെ ഇന്ദ്രിയ സുഖത്തിന് ഉള്ള വസ്തുതകൾ, ഇതെല്ലാം നമുക്ക് പ്രലോഭനങ്ങളായിട്ട് നൽകിയിട്ട് നമ്മളെ വഴിതെറ്റിപ്പിക്കുന്ന ഒരു തന്ത്രമാണ് അവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് അതിനെ കൃത്യമായി കാണുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക.